മുസ്താഖ് തെങ്ങിലാണ്. ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു അടിപൊളി ആളിനെ പരിചയപ്പെടുത്തി തരാനാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ പഠിച്ചിരുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. ശരിക്കും ഹെഡ് മാസ്റ്റർമാരൊക്കെ മിക്ക സ്കൂളിലും ഗേറ്റിൻ്റെ അടുത്തായിരിക്കും ഓഫീസ് അല്ലേ. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് നേരം വൈകി അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം വൈകി കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്റർ ഓഫീസിൻ്റെ അവിടെ അങ്ങനെ പുറത്ത് ഇങ്ങനെ ഇറങ്ങിക്കുന്നുണ്ടാവും. പക്ഷെ ഒന്നും പറയുന്നില്ല. എന്നാലും ആ നോട്ടം കണ്ടാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പിറ്റത്തെ ദിവസം നേരത്തെ വരാൻ ശ്രമിക്കും. അപ്പോൾ നമുക്കൊരു പേടിയാണ് മനസ്സിൽ ഹെഡ് മാസ്റ്റർമാരൊക്കെ അല്ലേ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ഹെഡ് മാസ്റ്റർ പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂജൻ ഹെഡ് മാസ്റ്റർ ആട്ടാ. ഓക്കെ, അപ്പോൾ ആൾ നിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ പഠിച്ചിരുന്ന സ്കൂൾ തന്നെയാണ്. ആ സ്കൂളിലെ KG സെക്ഷനിലെ യൂണിഫോം ഓർഡർ കിട്ടിയിരിക്കുന്നത് നമുക്കാണ്. അപ്പോൾ ആ ഓർഡറൊക്കെ അനുസരിച്ച് തയ്ച്ച് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാനും അതിനെക്കുറിച്ച് വിലയിരുത്താനും മാഷ് കുറച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ മാഷിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് മാഷിനെ വെയിറ്റ് ചെയ്യാം. മാഷേ, ആ ചെറിയൊരു ടിപ്പുണ്ട്. നമസ്കാരം. അപ്പോൾ നമ്മുടെ മാഷോട് എത്തിയിട്ടുണ്ട്. ഞാൻ മാഷോട് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. മാഷ് എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ മാഷ് ഇതാണ് നമ്മളെ യൂണിഫോം. ആദ്യം മാഷ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും, സ്കൂളും കാര്യങ്ങളൊക്കെ. എൻ്റെ പേര് അനീഷ് എന്നാണ്. MLPS കല്ലൂർമ സ്കൂളിലെ HM ആണ്. നമ്മുടെ സ്വന്തം രക്ഷിതാവ് കൂടിയിട്ടാണ് മുസ്താഖ. വീഡിയോ ഒക്കെ നമ്മൾ കാണാറില്ലാണ്. ഇതിപ്പോൾ ഇങ്ങനെ വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചതല്ല. നമ്മുടെ 2 കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സന്തോഷം. എന്തായാലും വീഡിയോസൊക്കെ കാണാറില്ലാണ്. കുറേ ഇൻഫോർമേറ്റീവായിട്ടുള്ള പല വീഡിയോസും ചെയ്യാറുള്ളതാണ്. ഒരിക്കൽ ഈ പറയുന്ന പോലെ ഒരു ഫയർ എക്സ്റ്റിങ്വിഷറിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിലുണ്ടായിരുന്നതാണ് ഇതുപോലെ ഫയർ എക്സ്റ്റിങ്വിഷർ. അതൊക്കെ നമുക്ക് വലിയ അറിവുകളാണ്. ചില അറിവുകളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്ന അറിവുകളും വലിയ കാര്യമാണല്ലോ. അത്തരത്തിൽ സന്തോഷമുള്ള കാര്യമാണ്. യൂണിഫോം നോക്കിക്കോളെ. യൂണിഫോമിന്റെ കളർ സെലക്റ്റും ഒക്കെ മാഷ് തന്നെയാണ് കേട്ടോ. കളർ സെലക്ട് ചെയ്തു, മോഡലൊക്കെ മാഷ് തന്നെയാണ്. പ്രേക്ഷകർക്ക് നിർത്തി കാണിച്ചു കൊടുത്താൽ ട്രൗസർ ഇങ്ങോട്ട് അതിനൊപ്പം നീണ്ടു പോയിട്ടുണ്ടല്ലോ. എന്തായാലും സന്തോഷം. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ആ സാധനം തന്നെ നമ്മുടെ കൈ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. മറ്റേത് നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ സന്തോഷം. നമ്മൾ പറഞ്ഞ പോലെ അത് കൃത്യമായിട്ട് വരുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷം. എന്തായാലും ഇനി മാസ്റ്റർ കാര്യങ്ങൾ കുറച്ച് കടക്കാം. മാസ്റ്റർക്ക് എത്ര വയസ്സിലാണ് ജോലി കിട്ടി? ഞാൻ 27ാമത്തെ വയസ്സിൽ സർവീസ് കയറിയതാണ്. ഈ പറഞ്ഞ പോലെ ഹെഡ് മാഷായിട്ടോ? ഹെഡ് മാഷായിട്ട് ഇപ്പോൾ 2020 HM ആയിട്ട് ചാർജ് കിട്ടിയത്. ഈ പറഞ്ഞ പോലെ ഹൈസ്കൂളും കോളേജുകളും ഹയർ സെക്കൻഡറികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ ഈ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വലിയ സന്തോഷമാണ്. അതൊരു നല്ല അനുഭവമാണ് ജീവിതത്തിൽ. ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ വിഭാഗങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് പ്രൈമറി കുട്ടികൾ. സന്തോഷം. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് കിട്ടും. അത് വലിയൊരു സന്തോഷമല്ലേ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യത്തിലാണ്. പിന്നെ മാഷ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വത്തിൻ്റെ കാര്യത്തിൽ ബെസ്റ്റാട്ടാ. ഒരു രക്ഷയില്ല. കുട്ടികളോടുള്ള സ്നേഹം ഉത്തരവാദിത്വം ഭയങ്കരമാണ്. പിന്നെ മാഷ്ക്ക് എത്ര വയസ്സായിട്ട് ഇപ്പോൾ? എനിക്കിപ്പോൾ 36 വയസ്സ്. എൻ്റെ അറിവിലൊക്കെ എത്രയും പ്രായം കുറഞ്ഞൊരു ഹെഡ് മാഷ് ഇല്ല കേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ന്യൂജൻ ഹെഡ് മാഷിനെ കാണുന്നത്. അപ്പം ഈ മാഷെ കുടുംബം ഒന്ന് പരിചയപ്പെടുത്തിയോളെ. ആരൊക്കെ ഉണ്ട്, വീട്ടിലാരൊക്കെ ഉണ്ട്? ഭാര്യയുണ്ട്, വർക്ക് ചെയ്യാണ് ഗവൺമെൻറ്റിൽ, PR ആണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. പിന്നെ ഒരു കുട്ടിയുണ്ട്, കുട്ടിക്ക് 4.5 വയസ്സ്. അവൻ സ്കൂളിൽ തന്നെ. എൻ്റെ മോളെ ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത്. ഒരേ ക്ലാസ്സിലാണ്. അവിടെ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ട്. UKG പഠിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഒരു അറിവ് ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയമാണ്, പിന്നെ കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഈ ഹെഡ് മാഷും പ്രിൻസിപ്പളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ചില സ്കൂളിൽ ഹെഡ് മാഷും ഉണ്ടാവും, പ്രിൻസിപ്പളും ഉണ്ടാവും. അവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? സാധാരണയായിട്ട് നമ്മളിപ്പോൾ LP UP ഹൈസ്കൂൾ വരെയുള്ള അതിലുള്ള അവരെ പ്രധാനാധ്യാപകൻ തന്നെ വിളിക്കുക നമ്മൾ. അതിൻ്റെ
ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരാണ് ഹെഡ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഹെഡ് മാസ്റ്റർ, ഹെഡ് ടീച്ചർ, ഹെഡ് മിസ്റ്റേഴ്സ് 10th വരെ. പിന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള നമ്മൾ ഈ പറയുന്ന ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ പ്രിൻസിപ്പൾ എന്ന് വിളിക്കാം. ഒരു വിദ്യാലയത്തിൽ ഹയർ സെക്കൻഡറി ഉള്ള വിദ്യാലയത്തിൽ ഒരു പ്രിൻസിപ്പാൾ ഉണ്ടായിരിക്കാം, അതുപോലെ ഹെഡ് മാസ്റ്റർ ഉണ്ടായിരിക്കാം. അങ്ങനെയാണ് ഉള്ളത്. അതാണ് ചില സ്കൂളിൽ രണ്ടും കൂടി വരുന്നത്. രണ്ടും ഉണ്ടാവും. ഇനി പല മാറ്റങ്ങളും അതിലേക്ക് വരാനുണ്ട്. പല പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി മാറ്റങ്ങൾ വരാം. ഈ പറഞ്ഞ പോലെ പ്രിൻസിപ്പാൾ. പക്ഷേ ഈ അൺഎയ്ഡഡ് സ്കൂൾ പോലെ വിദ്യാലയങ്ങളിൽ ചിലപ്പോൾ ഒരു ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പൾ എന്ന രീതിയിലാണ് അവർ പറയുക. അവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഹെഡ് മാസ്റ്റർ എന്നുള്ളൊരു ഇതുണ്ടാവില്ല. അവർ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിപ്പോൾ ഹൈസ്കൂൾ വരെയുള്ള വിദ്യാലയമാണെങ്കിലും അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വരെ ആണെങ്കിലും ഒക്കെ ചിലപ്പോൾ പ്രിൻസിപ്പൾ എന്നൊരു പോസ്റ്റിലാണ് അവിടെ അറിയപ്പെടുക. സാധാരണ പ്രൈമറി വരെയുള്ള വിഭാഗത്തിനെയാണ് ഹെഡ് മാസ്റ്റർ എന്ന് പറയാം. സാധാരണ ഹൈസ്കൂളിലെ അധ്യാപകരും അവരെയും കൂടി നമ്മൾ ഹെഡ് മാസ്റ്റർ എന്നാണ് പറയുക. ഈ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഉള്ള ഈ സ്കൂളിൽ +2 +1 വന്നത്, അതിന് ശേഷമാണ് ഈ സ്കൂളിൽ മറ്റേത് കോളേജിലാണ് പ്രിൻസിപ്പൾ കേട്ടിരുന്നത്. അപ്പോൾ ഈ +2 വന്നതിന് ശേഷമാണ് ഈ സ്കൂളിൽ പ്രിൻസിപ്പളും ഹെഡ് മാഷും കൂടി വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇതെന്താ വ്യത്യാസം പലർക്കും ഉണ്ടാവാൻ സംശയം. ഈ +2 നമ്മൾ കോളേജുകളുടെ ഭാഗമല്ലായിരുന്നു. ഈ വിദ്യാലയങ്ങളുടെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായി മാറിയതിന് ശേഷം ആണ് അവിടെ ഒരു പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വന്നത്. അതുവരെ ഹെഡ് മാസ്റ്റർ ഹൈസ്കൂളിൻ്റെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വരിക ഹെഡ് മാസ്റ്ററാണ്. അത്രയാണ് വ്യത്യാസങ്ങളുള്ളത്. അപ്പോൾ മാഷേ, അപ്പോൾ ഒരറിവും ചെറുതല്ല, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.